ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമുക്കിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു സ്പെസിഫിക് ഏരിയയിൽ നോക്കിയാലോ. നമുക്കിന്ന് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് മിഡിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്നുള്ളൊരു സ്ട്രാറ്റജി ഫോം ചെയ്യാലോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലെറ്റ്സ് ഡിസ്കസ് സം PVQs. Chaucer's Canterbury Tales is based on what? നമുക്കറിയാം, കാൻറ്റർബറി ടൈൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററി വർക്കാണ്. ഓൾഡ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിഫൈനിങ് ഫാക്ടർ ആയിട്ടുള്ള ഒരു ലിറ്ററി വർക്ക് ആയിരുന്നു എന്ത്, കാൻറ്റർബറി ടൈൽസ്. ജഫ്രി ചോസർ ആണ് എഴുതിയിട്ടുള്ളത്. എന്താണ്, സെയിന്റ് തോമസ് ബെക്കറ്റിന്റെ ഷ്രൈനിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ കുറച്ചധികം ആളുകളുടെ കഥകൾ അവർ ഷെയർ ചെയ്യുന്നതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു പാറ്റേൺ ആണ് കാൻറ്റർബറി ടൈൽസ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇത്രയുമാണ് നമുക്ക് എന്തിനെ പറ്റി അറിയാവുന്നത്, കാൻറ്റർബറി ടൈൽസിനെ പറ്റി, ജഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടൈൽസിനെ പറ്റി നമുക്ക് അറിയാവുന്നത്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണത്? ഓർലാൻഡോ ഫ്യൂരിയോസോയെ പറ്റിയാണോ, ഡിവൈൻ കോമഡിയെ ബേസ് ചെയ്തിട്ടാണോ, മൊണ്ടാഗ്നീസ് എസ്സേനെ ബേസ് ചെയ്തിട്ടാണോ, ബൊക്കാഷിയോടെ ഡി കാമറോണിനെ ബേസ് ചെയ്തിട്ടാണോ? എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ സി, ബൊക്കാഷിയോസ് ഡി കാമറോൺ. ബൊക്കാഷിയോസ് എന്താണ്, ജിയോവാനി ബൊക്കാഷിയോയുടെ പ്ലേഗ് സമയത്ത് അവിടുന്ന് ഫ്ലീ ചെയ്തു പോയ ആളുകളുടെ 100 ടൈലുകളെ എന്ത് ചെയ്തുകൊണ്ട് കമ്പൈൽ ചെയ്തിട്ടുള്ള വർക്കായിരുന്നു ഡി കാമറോൺ. അതിനെ ബേസ് ചെയ്തിട്ടാണ് കാൻറ്റർബറി ടൈൽസിന്റെ ഈ ടൈൽ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ നെയിം ഓഫ് ദ പ്രയറസ് ഇൻ ദ കാൻറ്റർബറി ടൈൽസ് ഈസ് എഗ്ലാൻഡൈൻ, ആലിസൺ, ബീട്രസ് ഓർ ലോറ. നമ്മൾ പറഞ്ഞു എന്താണ് ദ നെയിം ഓഫ് ദ പ്രയറസ് എന്നാണ്. പ്രയറസ് ആരാണ്? കാൻറ്റർബറി ടൈൽ. നമുക്കറിയാം കാൻറ്റർബറി ടൈലിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ദ പ്രയറസ്. മെറ്റീരിയൽ ജീവിതത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന, മെറ്റീരിയൽ പൊസഷൻസിനെ സിംബലൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു പ്രയറസ് ആണ് നമ്മളുടെ കാൻറ്റർബറി ടൈലിലെ പ്രയറസ്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് ആലിസൺ, ഇസ് ഇറ്റ് ബീട്രസ്, ഇസ് ഇറ്റ് ലോറ, ഇസ് ഇറ്റ് എഗ്ലാൻഡൈൻ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, എഗ്ലാൻഡൈൻ. ആലിസൺ ആരാണ്? വൈഫ് ഓഫ് ബാത്ത് ആണ്. വൈഫ് ഓഫ് ബാത്ത് ആണ് ആര്? ആലിസൺ. ബീട്രസ് ആൻഡ് ലോറ കാൻറ്റർബറി ടൈൽസിലെ ക്യാരക്ടേഴ്സ് അല്ല. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പയേഴ്സ് ദ പ്ലോമാൻ വാസ് റിട്ടൺ ബൈ. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന വർക്ക് ലിറ്ററി ആസ്പെക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ്. ഇവയൊക്കെയാണ് മെയിൻലി കാൻറ്റർബറി ടൈൽസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ദ പയേഴ്സ് പ്ലോമാൻ. പയേഴ്സ് പ്ലോമാൻ എന്ന് പറയുന്ന ആളുടെ ട്രാവൽ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വർക്കായിട്ടുള്ള പയേഴ്സ് ദ പ്ലോമാൻ എന്ന് പറയുന്ന വർക്ക് ആര് എഴുതിയിരിക്കുകയാണ്? ഇസ് ഇറ്റ് ജോൺ ഗോവർ, ഇസ് ഇറ്റ് ലാംഗ്ലൻഡ്, ഇസ് ഇറ്റ് ചോസർ, ഇസ് ഇറ്റ് തോമസ് ബിയാർട്ട്? ഇറ്റ് ഈസ് obviously option B, William Langland. Okay, clear alle? Now, rhyme royal was introduced into English poetry by dash. Who? Is it William Shakespeare? Is it King James I? Is it Geoffrey Chaucer? Is it Sir Walter Raleigh? Who is it? It is by whom? Is it William Shakespeare? Is it King James I? Is it Geoffrey Chaucer? Is it Sir Walter Raleigh? It is by Geoffrey Chaucer. Geoffrey Chaucer introduced rhyme royal. What is the rhyme royal? It is AB BCC. This is the rhyme scheme. That is what ABCC. That is the rhyme scheme of rhyme royal. It was introduced by Geoffrey Chaucer. The sum of the tales in our Canterbury Tales is following such rhyme scheme, rhyme royal, that is ABCC. Okay, clear. Next question. Dash is the first of our really national English poets. Father of modern English അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് എന്ന് നമ്മൾ വിളിക്കുന്ന പോയറ്റ് ആണ് is known as, is the first of our really national English poets. It is whom? Is it Caedmon? Is it John Grover? Is it William Langland? No, it is option A, Geoffrey Chaucer. Geoffrey Chaucer is known as the father of English literature.
as we know it, and he is also known as the first of our really national English poet. The jolly host of the Tabard Inn was, who was the jolly host of Tabard Inn? Who was the jolly host of Tabard Inn? Was it Harry Bailey? Is it Tom Spencer? Is it Henry John? Is it John Wood? ഇതിൽ Tabard Inn എന്താണ്? Tabard Inn is the inn where the characters of കാൻറ്റർബറി ടെയിൽസ് ടേക്സ് റെസ്റ്റ്. അവിടെ വെച്ചാണ് നമ്മൾ എന്താണ് ടാബാർഡ് ഇന്നിൽ വെച്ചാണ് നമ്മൾ കൂടുതൽ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ജെഫ്രി ചോസർ. ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസിലെ ആണ് ടാബാർഡ് ഇന്ന് ഇവിടെ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൽ ഒരാൾ മാത്രമേ എന്തിലുള്ളൂ? കാൻറ്റർബറി ടെയിൽസിലുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഹാരി Bailey. Harry Bailey is the jolly host at the Tabard Inn in what? Canterbury Tales by Geoffrey Chaucer. So I hope it is clear. Name Chaucer's contemporary who recorded and in spirited narrative the great deeds of Robert Bruce. Who is it? Is it Wycliffe? Is it Robert Manning? Is it John Lydgate? Is it John Barber? Who is it? It is option C, John Barber. He has written the work The Bruce. The Bruce is a work written by John Barber, and it is the spirited narrative of the great deeds of Robert Bruce. Okay. Now, the Parliament of Fowls. Fowls is written also like this. Was written by, who has written the Parliament of Fowls? Is it Chaucer? Is it Philip Sidney? Is it Shakespeare? Is it John Fletcher? It is obviously option A, Geoffrey Chaucer. See, that is the end of the main questions of Middle English poetry. Now, see, നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് പോയട്രിയിൽ നിന്നുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ the most questions are about whom? People related to ചോസർ. നമുക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ചോസറിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ചോസറിന്റെ കോൺടെമ്പററീസ്, പുള്ളിയുടെ റൈറ്റിംഗ് സ്റ്റൈൽ, പിന്നെ എന്താണ് മെയിൻ എലമെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസിലെ ഇവന്റ്സ്, ക്യാരക്ടേഴ്സ്, ഇത്രയും മിഡിൽ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദി അതർ വർക്ക്സ് ലൈക്ക് ദ പയേഴ്സ് പ്ലോമാൻ ആൻഡ് ഓൾ. സി, ഇത്രയുമാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷിൽ നമ്മൾ പഠനം ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അവർ സെന്റർ ഓഫ് സ്റ്റഡി ഷുഡ് ബി ജെഫ്രി ചോസർ. ജെഫ്രി ചോസറിന്റെ ബയോഗ്രഫി, ജെഫ്രി ചോസറിന്റെ വർക്ക്സ്, ജെഫ്രി ചോസറിന്റെ റൈറ്റിംഗ് സ്റ്റൈല്, ആൻഡ് അവിടുന്ന് ബ്രാൻഡ് ചെയ്ത് എന്താണ് കാൻറ്റർബറി ടെയിൽസ്, കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജെഫ്രി ചോസറിന്റെ കോൺടെമ്പററീസ്, അവരുടെ വർക്കുകൾ, ഇവയെല്ലാമാണ് നമ്മൾ സെൻറ്റർ ചെയ്ത് എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്മളുടെ സ്റ്റഡി പാറ്റേൺ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുക, ആൻസേഴ്സ് കണ്ടുപിടിക്കുക. എങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി കവർ പോർഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഇനിയും കൂടുതൽ ടിപ്പുകളും എന്താണ് സ്റ്റഡി മെത്തേഡുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. താങ്ക് യു.